മെമ്മറി കാർഡ് കാണാത്തതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ തന്നെ രണ്ട് രീതിയിലുള്ള പ്രതികരണങ്ങളാണ്. ഏത് KSRTCയിലേക്ക് അവിടെ സ്റ്റാൻഡിലേക്ക് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഉടനെ പോയി എന്ന് പറയുന്നു. മറ്റൊന്ന് എനിക്ക് അവിടേക്ക് കയറാൻ സാധിക്കില്ല, എന്നെ അവിടെ കയറ്റില്ല എന്നുള്ള പ്രതികരണം വരുന്നു. ഏതു അവിടെ അതിനുശേഷം പോയിരുന്നോ ഇല്ലയോ? KSRTC സ്റ്റാൻഡിലാണോ വാഹനം ഏത് ഓടിച്ച വാഹനം ആ KSRTC വാഹനത്തിൽ പിന്നെ പോയിരുന്നു? KSRTC വാഹനത്തിൽ പിന്നെ പോയിട്ടില്ല, അതുവഴി പോയെന്നേ ഉള്ളൂ. നമ്മളെ ഡിപ്പോയിൽ പോകണം, സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയേ. ഭാഗത്ത് നിന്ന് തന്നെ പുറത്തു വന്ന രണ്ട് പ്രതികരണമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഒന്നിൽ ഏത് പറയുന്നു, ഞാൻ ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് അവിടെയാണ്, അതിന്റെ തെളിവ് നശിപ്പിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അവിടെ പോയി മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടത് പറയുന്നുണ്ട്. മറ്റൊന്നിൽ പറയുന്നു, എന്നെ ആ കേസ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഏത് വീഡിയോയിൽ അല്ല, ഡിപ്പോയിൽ പോയി ആ ബസ് പരിശോധിച്ചെന്നല്ല, ആ വീഡിയോ എങ്ങനെ മെമ്മറി കാർഡ് പോവല്ലേ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യാൻ ഞാൻ പോയെന്നല്ല. ഞാൻ ATO അത് ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കുക. ATO പറഞ്ഞെന്നാണ്, ATOയുടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് വന്നെന്നാണ്. മെമ്മറി കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോയെന്ന് പറയുന്നു. അപ്പോൾ ഒന്ന് വീഡിയോ കാണിച്ചു തരും, ആ വീഡിയോ ഒന്ന് കാണിച്ചു. എന്താണ് വണ്ടിക്കകത്ത് കയറി പരിശോധിച്ചു എന്നാണ്. ആ ഡോറിന്റെ അകത്ത് നിന്ന് ATO അങ്ങോട്ട് പോയപ്പോൾ നോക്കി എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പോയിട്ടില്ലെന്നല്ലല്ലോ എപ്പോഴും പറയുന്നത്. പോയിട്ടില്ലെന്ന് പറഞ്ഞിട്ടാണ്. ശരി, ആയിക്കോട്ടെ. അപ്പോൾ ഒരു കാര്യം പറഞ്ഞു തന്നാൽ ഞാൻ അതേപോലെ പറയാം. അതാണ് ഞാൻ പറയുന്നത്. എനിക്ക് ATO കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു, പോകണമായിരുന്നു. സാറ് വിളിപ്പിച്ചു എന്നെ. അപ്പോൾ ഞാൻ കാണാൻ പോകുന്നത് അന്നും മീഡിയാസിനെ എല്ലാവരും ഞാൻ വിളിച്ചതാണ്. അന്ന് എനിക്ക് ഈ മെമ്മറി കാർഡിന്റെ വസ്തുത അറിയേണ്ടതുണ്ട്, പക്ഷേ എനിക്ക് അവിടെ പോകാൻ സാധിക്കില്ല, എനിക്ക് അവിടെ കയറാൻ സാധിക്കില്ല എന്നുള്ളതാണ് ആ ചാനൽ ചർച്ചയിൽ ഇത് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞത്. പക്ഷേ ഇത് എന്നാണ് ഞാൻ കൊടുത്തത്? കസ്റ്റഡിയിൽ നിന്ന് ഇറങ്ങി, അതായത് 20 കസ്റ്റഡിയിലായത് 27-ാം തീയതി. അപ്പോൾ 28-ാം തീയതിയാണ് ഞാൻ വെളിയിൽ ഇറങ്ങുന്നത്. 10:30 കഴിഞ്ഞ് 11 മണിയായി കാണും. ഞാൻ ATO കാണണമെന്ന് പറഞ്ഞ് ATO കാണാനാണ് ഞാൻ പോയത്. അപ്പോഴത്തേക്ക് വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു ഞാൻ പറഞ്ഞപ്പോൾ വണ്ടി അവിടെ ഇല്ലായിരുന്നെന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പറയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ, വണ്ടി അവിടെ ഇല്ലായിരുന്നു, വണ്ടി അവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ അതുവഴി കയറി വണ്ടിക്കകത്ത് കയറി നോക്കുകയോ അല്ലെങ്കിൽ മെമ്മറി കാർഡ് ഉണ്ടോ എന്ന് നോക്കുകയോ അതിൻ്റെ കാര്യമൊന്നുമില്ല. മെമ്മറി കാർഡ് ഉണ്ടോയെന്ന് ഞാൻ നോക്കിയെന്ന് പറഞ്ഞു. പരിശോധന നടത്തി. അപ്പോൾ ശരി, ആയിക്കോട്ടെ. അതൊക്കെ ഇനി ഞാൻ സംസാരിച്ച് തന്നെ അത് ഇതേപോലെ സംസാരിച്ചിട്ട് അതും വീഡിയോ ആക്കാൻ കാരണം ഉണ്ടാവും. അത് കോടതി ഇപ്പോൾ നടക്കുന്ന കേസാണ്, കോടതി തെളിയിക്കട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ കോടതി മെമ്മറി കാർഡ് എവിടെ നിന്നാണ് ഇനി വരുന്നതെന്ന് നമുക്ക് നോക്കാം.